അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ആലിമീങ്ങളെ കുറ്റം പറയൽ കുറച്ച് കൂടിയ കാലമാണ്. ആലിമീങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അധികം ആളുകളും ട്രോളുകളാണ്. ഓരോ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ അവരുടേതായ അവരുടെ ഇഷ്ടമനുസരിച്ച് പറയുന്നതല്ല. എല്ലാം അള്ളാഹും ഹവൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെന്ന്. ഒരു ആലിമിനെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അതിപ്പോൾ ഏത് വിഭാഗത്തിൻ്റെ എപിൻ്റെ ആയാലും വീക്കെൻ്റെ ആയാലും ശരി, ഒരു ആലിമീങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല, അവരെ പരിഹസിക്കാൻ പാടില്ല. സാധാരണ ആളുകളെ ഈബത്ത് പറയുന്നത് പോലെയല്ല ഈ ആലിമീങ്ങൾ ഈബത്ത് പറഞ്ഞാൽ അത് കുറച്ചുകൂടി കൂടിയ ഐറ്റാണ്. അല്ലാതെ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ സാധാരണ ആൾക്കാരെ കുറ്റം പറയുന്നതിൻ്റെ ഇരട്ടിയാണ് കിട്ടുക. അതങ്ങനെയാണ്. ഒരിക്കൽ മഹാനായൊരു അവിടുന്ന് ഒരിക്കൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉസ്താദുമാർ. കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നെറ്റിയിൽ എന്ത് ചെയ്തു, തേള് കടിച്ചു. അവിടെ നെറ്റിയിൽ തേള് കടിച്ചപ്പം ഒപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ സ്ഥാനത്ത് തേള് കടിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ആലിമീങ്ങളുടെ മാംസം വിഷമാണെന്നല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്ക് നോക്കാം, എൻ്റെ വിഷമുണ്ടോ അല്ലേ നമുക്ക് നോക്കാമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തേള് ചത്തുപോയി. ആണ് ആലിമീങ്ങളുടെ മാംസം ശരീരം പോലും വിഷമാണ് എന്നാണ്. അപ്പോൾ എന്താ അവിടെ കളിക്കാൻ പാടില്ല, ആലിമീങ്ങളോട് കളിക്കാൻ പാടില്ല. ആരോട് സാധാരണക്കാരെ ആളുകളോട് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് പോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ആലിമീനോട് ചെയ്യാൻ പാടില്ല. ആലിമികൾ എന്ന് പറയുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളാണെന്നാണ് ഇൽമിൻ്റെ മേഖലയിൽ. അനന്തരാവകാശി വെച്ചാൽ മക്കൾ എന്ന നിലക്കല്ല, ഇൽമിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. അവരെ ട്രോളാൻ പോവുക, അത് ഒരിക്കലും നല്ലതിനല്ല. ഞാൻ പറയുന്നത് മുസ്ലിങ്ങളോടാണ്. മുസ്ലിങ്ങളായാലും മറ്റുള്ള മതക്കാരായാലും എന്താ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അത് മോശമായ ഒരു കാര്യമാണ്. ഒരാളെ കുറ്റം പറയൽ അത് വളരെ മോശമായ കാര്യമാണ്. വ്യഭിചരിക്കുന്നതിനേക്കാളും മോശമാണ് എന്നാണ് ഒരാളെ കുറിച്ച് ഗൈബത്ത് പറയുന്നതിനെ കുറിച്ചുണ്ട്. ഒരാളെ കുറിച്ച് ഗൈബത്ത് പറയൽ അത് വ്യഭിചാരത്തെക്കാളും വളരെ ഏറെ മോശപ്പെട്ടൊരു കാര്യമാണ് എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് ആളുകൾ അയാളെ, ഒരു മുസ്ലിമായൊരു വ്യക്തി നടന്നു പോകുന്ന സമയത്ത് കുറച്ച് ആളുകൾ അവിടെ വട്ടം കൂടി അയാളെ തടഞ്ഞു നിർത്തിയിട്ട് അയാൾക്കെതിരെ എന്ത് ചെയ്തു, തോക്ക് ചൂണ്ടി അല്ലെങ്കിൽ വേറെ വല്ല ആയുധങ്ങൾ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, ജിപ്പ് ഇസ്ലാമെന്ന് പുറത്തു വയ്ക്കണം അല്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അയാൾ പേടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ആയിക്കോട്ടെ ഞാൻ എന്ത് ചെയ്യുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്ത് പോയിക്കൊണ്ട് അയാൾ പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇസ്ലാമെന്ന് പുറത്താവില്ല. അതുപോലെ തന്നെ അയാളും അയാളുടെ ഭാര്യയും കൂടി പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, കൂടി നിന്നിട്ട് അയാളെ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് മര്യാദക്കാൻ്റെ ഭാര്യനെ തൊലാക്കല്ലിക്കോ, നമ്മളെ ചങ്ക് കൂട്ടുകാരൻ കോളേജിൽ നിന്ന് ലവാക്കിയതാണ് ഇവിടെ, മര്യാദക്കിച്ച് ഇവിടെ തൊലാക്കല്ലിക്ക് ഇല്ലെങ്കിൽ ഇപ്പം അന്നപ്പം വിട്ടു ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾ അങ്ങനെ നിർബന്ധിപ്പിച്ച് തൊലാക്ക് ചെല്ലിപ്പിച്ചു. എന്നാൽ തൊലാക്കാവില്ല, തൊലാക്ക് കിട്ടൂല. അത് തൊലാക്കായിട്ട് എന്ത് ചെയ്യില്ല, വിവാഹബന്ധം ഏർപ്പെടുന്നില്ല. അപ്പോൾ ഒരാളെന്ത് ചെയ്തു, അതുപോലെ പിടിച്ച് വെച്ചിട്ട് ഒരു പെണ്ണിനെ റൂമിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ ഇപ്പം വ്യഭിചരിച്ചോളണം ഇല്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അയാൾ കൊന്നാലും ശരി എന്ത് ചെയ്യാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്നാ. അത്രക്ക് വൃത്തികെട്ട പരിപാടിയാണ് വ്യഭിചാരം എന്നുള്ളത്. അതിനെക്കാട്ടി മോശപ്പെട്ടതാണെന്ത്, ഗീബത്ത് പറയാ. ഗീബത്തിന് പിന്നെ അത് ആലിമീൻ കൂടെ ആയാലോ, മുഹല്യന്മാർ ചീത്ത പറഞ്ഞാലോ, കുറ്റം പറഞ്ഞാലോ ഒന്നുകൂടി പവർ കൂടി അല്ലേ? അല്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കുക, ആലിമീങ്ങളെ തൊട്ട് കളിക്കാൻ പാടില്ല. ആലിമീങ്ങളുടെ ശരീരം അത് വിഷമാണ്. അങ്ങോട്ട് അടിക്കാൻ തന്നല്ലേ തിരിച്ചടിക്കുകയുള്ളൂ. നമ്മൾ അങ്ങോട്ട് ചൊറിയാൻ പോയാൽ നമുക്ക് അത് പഠിച്ച് തിരിച്ചു തരും. അത് ആലിമീങ്ങളോട് നമ്മൾ കളിക്കാൻ പോകരുത്. ഒരു ആലിമിനെയും ഒരു മുത്തഅല്ലിമിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കേൾത്താൻ പാടില്ല. അവരൊക്കെ അള്ളാഹുവിൻ്റെ ഇൽമ പഠിക്കുന്നവരാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത് പഠിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ്. അവർ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിലും വേണ്ട, നിന്ദിക്കാൻ പോകരുത്. അത് നിങ്ങൾ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.